ഹലോ ഗേൾസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിഫറെൻറ്റ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് മുടി അടിപൊളിയായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2-3 ഐറ്റംസ് എന്താണെങ്കിലും വേണം. ഒന്ന് പ്രധാനപ്പെട്ടത് നമ്മുടെ സ്ട്രെയിറ്റ്നറാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഐക്കോണിക്കിൻ്റെ സ്ട്രെയിറ്റ്നറാണ്. ഐക്കോണിക്കിൻ്റെ പ്രൊഫഷണൽ ഗ്ലീം സ്ട്രെയിറ്റ്നറാണ്. ഇതിൻ്റെ കവർ കണ്ടോ. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന ഐക്കോണിക് പ്രൊഫഷണൽ ഗ്ലീം റോസ് ഗോൾഡ് ലക്ഷറി സ്ട്രെയിറ്റ്നറാണിത്. അതുപോലെ തന്നെ സൂപ്പർ സ്ലിം നമ്പർ 1 റോസ് ഗോൾഡ് പ്ലേറ്റ്സ് ഈൽസ് ഫാർ ഇൻഫ്രാറെഡ് ഹീറ്റ് ദാറ്റ് പ്രിവെൻറ്റ്സ് ഡാമേജ്. അതായത് ഡാമേജ് വളരെ കുറവാണ്. ഈ ഒരു സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയറിന് ഡാമേജ് കുറവാണ്. ഈ ഒരു സ്ട്രെയിറ്റ്നറിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഇതിൻ്റെ കവറിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. റോസ് ഗോൾഡ് പ്ലേറ്റ്, അയോണിക് ടെക്നോളജി, ഫ്ലോട്ടിംഗ് പ്ലേറ്റ്സ്, അഡ്ജസ്റ്റബിൾ ടെമ്പറേച്ചർ സെറ്റിംഗ്സ്, ഇൻസ്റ്റൻറ്റ് ഹീറ്റ് അപ്പ്, ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. പലതരം സ്പെഷ്യാലിറ്റി ഉള്ളൊരു അടിപൊളി സ്ട്രെയിറ്റ്നറാണിത്. ഞാൻ ഒരുപാട് ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ് ട്രൈ ചെയ്തിട്ടുള്ള ആളാണ്. ഇതിൽ സാറ്റിസ്ഫൈഡ് ആയ ആളല്ല, പക്ഷേ ഇതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 7500 ആവും, എറൗണ്ട് അത്രയാവും ഇതിൻ്റെ കോസ്റ്റ്. പക്ഷേ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണേലും നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 100% റിസൾട്ടാണ്. അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ നല്ല ഫ്ലെക്സിബിൾ ആണ്. മാക്സിമം ടെമ്പറേച്ചർ 230 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ മേക്കപ്പ് ആർട്ടിസ്ട്രി കോഴ്സൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് സ്ട്രെയിറ്റ്നേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. പല ഫെമിലിയർ ബ്രാൻഡ്സിൻ്റെയും സ്ട്രെയിറ്റ്നേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഐക്കോണിക് അടിപൊളിയാണ്. പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണിത്. അതായത് സലൂൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണിത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം ഹെയർ നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും വേണ്ട ഒരു 3 പ്രോഡക്റ്റ്സ് ആണിത്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിലൊന്ന് ഷോസ്കോഫിൻ്റെ തന്നെ ഓസിസ് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. ഇത് വളരെ നല്ലതാണ്. നമ്മുടെ മുടീനെ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് ഷോസ്കോഫിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. പിന്നെ ഷോസ്കോഫിൻ്റെ ഓസിസിൻ്റെ ഒരു സിറം ആണ്. ഇത് 3ഉമാണ് മെയിൻലി നമുക്ക് മുടി സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെയർ വാഷ് ഒക്കെ ചെയ്ത് തലയിൽ മാക്സിമം ഓയിലൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട്. ഹെയറിൽ ഫുള്ള് ഓയിൽ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര സ്മോക്ക് ആയിരിക്കും ചെയ്യുമ്പോൾ. അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹെയറിന് ഭയങ്കര ഡാമേജ് ആയിരിക്കും. ഞാൻ ഒരിക്കലും ഡെയിലി ഇതൊന്നും ചെയ്യാറില്ല. കാണുന്നത് എൻ്റെ ഒറിജിനൽ ഹെയർ ആണ്. ഇതിനകത്ത് ഒന്നുമില്ല, കെമിക്കലി ട്രീറ്റഡ് അല്ല. ആകെ മൊത്തം പണ്ടെങ്ങോ കളർ ചെയ്തതിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതെൻ്റെ വിർജിൻ ഹെയർ ആണ്. ഫസ്റ്റ് ചെയ്യേണ്ട മുടി 4 സെക്ഷനായിട്ട് തിരിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ക്ലിപ്സ് ഉണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് നീറ്റായിട്ട് ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയറിലാകെ. അതൊന്ന് ജസ്റ്റ് ഡ്രൈ ആവട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഷോസ്കോഫ് പ്രൊഫഷണൽ ഓസിസ് എന്ന സെക്ഷനിൽ വരുന്ന ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 875, അതായത് 875 രൂപയാണ് ഇതിൻ്റെ വില. ഷോസ്കോഫിൻ്റെ ഏത് പ്രോഡക്റ്റും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. കാരണം നല്ലൊരു ബ്രാൻഡാണ്. കൂടുതലും സലൂൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ ഒന്ന് ഡ്രൈ ആവട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രയർ വെച്ചിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി കൊടുക്കാം. ഇത് ഓൾമോസ്റ്റ് എൻ്റെ ഡ്രൈ ആയിട്ടുണ്ട്. എൻ്റെ ഒരു ഡ്രൈ ഹെയർ ആണ്. അപ്പോൾ എന്താണേലും ഇപ്പോൾ കുളി കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകുന്നൊരു ടൈപ്പ് ഹെയർ ആണ്. അപ്പോൾ നമുക്ക് ഇത് സെക്ഷനായി തിരിക്കാം. അപ്പോൾ അതേ നമ്മൾ 4 സെക്ഷനായിട്ട് മുടി കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ 230 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ സ്ട്രെയിറ്റ്നർ ഇട്ടിരിക്കുന്നത്. മാക്സിമം ടെമ്പറേച്ചർ ആണ്. ഈ നോർമൽ കോമ്പിന് പകരം ഇങ്ങനെ ഒരു ടെയിൽ കോമ്പ് ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് എൻ്റെ സ്ട്രെയിറ്റ്നർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ 1 സൈഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ടിപ്പ് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു നാച്ചുറൽ ലുക്കിൽ കിടക്കും. അറ്റം ഒന്ന് ബെൻഡായി നല്ലൊരു രസമായിട്ട് കിടക്കും. ഈ സൈഡും കൂടെ ചെയ്യാം.
അപ്പം നമ്മൾ ഹെയർ ഇതാ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സിറമാണ്. ഷോസ്കോഫിൻ്റെ പ്രൊഫഷണൽ ഓസിസ് എന്ന് പറയുന്ന സിറമാണ്. ആൻറ്റി ഫ്രിസ് ഷൈൻ സിറം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ഇത് നമുക്ക് നമ്മുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നല്ല ഫ്രിസി ഹെയർ ആണെങ്കിൽ, നല്ല തിക്ക് ഹെയർ ആണെങ്കിൽ ടാങ്കിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ ഹെയർ കണ്ടില്ല, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഹെയർ. അപ്പോൾ ഈ ഹെയർ ഒന്ന് ഷൈൻ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് മതി, ഒരു ഡ്രോപ്പ് മതി. ജസ്റ്റ് 2 കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നു. ഹെയറിൻ്റെ ടിപ്പിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഇത് ജസ്റ്റ് ഹെയർ ഒന്ന് ഗ്ലോ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്കാൽപ്പിലൊന്നും അപ്ലൈ ചെയ്യേണ്ട, അതായത് തലയോട്ടിയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് കാണുന്ന ആ പോർഷനിലും ജസ്റ്റ് ഒന്ന് ഗ്ലോ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് നമ്മളൊരു ഫംഗ്ഷന് പോകാനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറേ ലോങ് ലാസ്റ്റ് കിട്ടണം ഈ ഒരു ഹെയർ സ്റ്റൈലെങ്കിൽ നമുക്ക് ഈ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഷോസ്കോഫിൻ്റെ പ്രൊഫഷണൽ ലാക്ക് സൂപ്പർ സ്ട്രോങ് ഹോൾഡ് പി പ്രൊഫഷണൽ എന്ന് പറയുന്നത് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് ആക്ച്വലി വന്നിട്ട് ഭയങ്കര ഹോൾഡിംഗ് ഉള്ളൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. വളരെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പേഴ്സണലി ഇത് യൂസ് ചെയ്യാറുണ്ട്. സ്പ്രേ ചെയ്ത് കൊടുത്താൽ അങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മുടെ മുടി ഇതേ ഇങ്ങനെ വച്ചു, ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. അത്രയും ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ്. ഞാൻ എൻ്റെ മുടി ഇങ്ങനെ സെറ്റ് ചെയ്തു, ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ഇനി ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാൻ പോകണം. ഏത് സ്പ്രേ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുടി അനങ്ങില്ല, അങ്ങനെ തന്നെ ഇരിക്കും. അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.